ഹലോ, ഞങ്ങളുടെ വീക്കെൻഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് വണ്ടി കയറിയതിന് ശേഷം കേട്ടോ തീരുമാനം എടുക്കുക എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്നൊക്കെ. അപ്പം നമ്മുടെ പ്ലാൻ നമ്മൾ റെഡ് സീ മാളിലേക്ക് പോകാമെന്നായിരുന്നു. റെഡ് സീ മാളിലേക്ക് എത്താൻ ഒരുപാട് ദൂരം ഉണ്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന്. റെഡ് സീ മാളിലേക്ക് പോകുമ്പോഴുള്ള നല്ല മനോഹരമായിട്ടുള്ള ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് റെഡ് സീ മാളാണെങ്കിലും അവിടെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കുന്ന സമയത്ത് റോഡ് ഭയങ്കര റഷായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാന് മാറ്റി പിടിച്ചു. വേറെ വല്ല മാളിലേക്കും പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മുടെ പ്ലാൻ ഫ്ലോപ്പായി. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്ലാൻ ബി ആക്കി കേട്ടോ. പ്ലാൻ ബി നമ്മുടെ അവിടെ അടുത്തുള്ള വേറൊരു മാളുണ്ട്, അറേബ്യൻ മാള്, അതിലേക്ക് പോകാമെന്ന് കരുതിയിട്ടോ. ക്ലൈമറ്റ് നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം മാളിലേക്കാട്ടോ പോവാറ്. പാർക്കിലിരിക്കാൻ അത്ര വലിയ സുഖം ഉണ്ടാവാറില്ല. അപ്പം പിന്നെ എല്ലാവരും മാള് പിടിക്കും കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാളിലേക്ക് കയറി. ഈദ് ഷോപ്പിങ്ങിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓഫറിൽ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ വാങ്ങാമെന്നുള്ളൊരു ചെറിയ പ്ലാനും ഉണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ലൊരു ആംബിയൻസോട് കൂടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു മാളാണ് കേട്ടോ അത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇതാ കുട്ടികളെ കരയിപ്പിക്കാൻ ആരെല്ലാം ആയിട്ട് ഉണ്ടാവാറുണ്ട്. അബാന് പിന്നെ വല്ലാണ്ട് വാശിയൊന്നും അങ്ങനത്തെ സംഭവങ്ങൾക്ക് പിടിക്കാറില്ല കേട്ടോ. 2 പ്രാവശ്യം വാങ്ങിക്കൊടുത്തതും അവനക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു ദിവസം നല്ല രീതിക്ക് നിന്നാലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേനൊക്കെ അതിൻ്റെ പണി കഴിയാറുണ്ട്. ഇതാ ഒരുപാട് കോസ്മെറ്റിക്സിൻ്റെയും കഫേകളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവിടെ. പിന്നെ ഇതാ അവിടെ ഒരു ചെറിയൊരു സെലിബ്രിറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതൊന്നുമല്ല തോന്നുന്നു. അവിടെ കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ ആൾ ഇതൊക്കെ നമുക്ക് ഓരോ കവൊക്കെ തന്നു. അതൊക്കെ വാങ്ങിക്കുടിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. അപ്പോഴാണ് റോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മിനി വേർഷൻ ഓഫ് സ്പ്രേ നമ്മുടെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സാമ്പിൾ കിട്ടിയത് കാരണം ഇത് വുമൻസിൻ്റെതാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും അടിച്ചു മാറ്റി കേട്ടോ. പിന്നെ ടെസ്ലയുടെ കാറിൻ്റെ ഒരു ചെറിയൊരു ഷോ ഉണ്ടായിരുന്നു. അത് നമുക്ക് കയറിയിട്ടെല്ലാം നോക്കാം കേട്ടോ. പിന്നെ ടെസ്ലയൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ വേണ്ടാന്ന് വെച്ചേ. അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ സെഫോറയിൽ കയറി കോസ്മെറ്റിക്സ് ഒക്കെ കുറച്ച്. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ബ്രാൻഡ് ഫോർ ലെസ്സിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ തപ്പി നോക്കി. പക്ഷേ എനിക്കൊന്നും അധികം ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല കേട്ടോ. കണ്ണിൽ തടഞ്ഞതൊന്നുമില്ല. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ, ഓരോ ബ്രാൻഡിൻ്റെയും. അങ്ങനെ അവിടെ കുറച്ച് സമയം ചുറ്റി തിരിഞ്ഞ് കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ സ്വന്തം ലുലുവിലേക്കാണ് കേട്ടോ. സമയം ഒരുപാട് വൈകിയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ടിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പാക്ക് ചെയ്ത് പോന്നു കേട്ടോ. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇതാ ഇവിടെ നമ്മുടെ ചെക്കൻ ഇവിടെ ഓരോ കോയിൻസൊക്കെ ഇട്ട് ഈ ബോൾ എടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ ഈ ബോൾ കിട്ടിയ സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ അധിക സമയമൊന്നും അവിടെ നിന്നില്ല. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.